ചൂളമടിച്ചു കറങ്ങി നടക്കും ചോലക്കുഴലിന് കല്യാണം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കില്ലേ എന്താ ഇന്ന് പാട്ടൊക്കെ പാടിയിട്ടെന്ന്? നമ്മൾ ബിഗ് ബോസിൻ്റെ പ്രോമോ കണ്ട ആ ഒരു എഫക്റ്റാണ് ഗൈസ്. അപ്പോൾ നമ്മളെ ജാസ്മിൻ ജാഫറിൻ്റെ ഉപ്പയും ഉമ്മയാണ് ഇന്ന് ബിഗ് ബോസിൽ വന്നിട്ടുള്ളത്. പിന്നെ ജാസ്മിൻ ജാഫറുടെ വാപ്പ എന്തൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് വന്നതെന്ന് തോന്നുന്നു. ഭയങ്കര സീരിയസ് ആണ് ആള്. അപ്പോൾ അവൾ വളരെ സന്തോഷത്തില്ലേ, കാരണം അവൾക്ക് ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. എല്ലാവരുടെ പാരൻസ് വരുമ്പോഴും അവളുടെ പാരൻസ് വരാണ്ട് ഇപ്പോൾ അവളോട് ദേഷ്യമുണ്ടോ, അവൾ ചെയ്തതിനെ കുറിച്ച് ഓർത്ത് അവളോട് ദേഷ്യമുണ്ടോ. അപ്പോൾ ഇന്നത്തെ പ്രോമോയിൽ മെയിനായിട്ട് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത്, ഫസ്റ്റ് അവർ ഡാൻസ് കളിക്കും. ചൂളമടിച്ച് കറങ്ങി നടക്കുന്നതുകൊണ്ട് ആ പാട്ടിന് ഡാൻസ് കളിക്കുന്നു. പെട്ടെന്ന് വാതിൽ തുറക്കുമ്പോൾ ജാസ്മിൻ ജാഫറുടെ ഉമ്മയും വാപ്പയും വരുന്നുണ്ട്. ഒരു ടെഡി ബെയർക്ക് പിടിച്ചിട്ടാണ് ഉമ്മ വന്നിട്ടുള്ളത്. അപ്പം തന്നെ അവർക്കൊന്നും പ്രതീക്ഷയില്ലാന്ന് തോന്നുന്നു. അവർക്ക് ഡ്രസ്സൊന്നും അയക്കാണ്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം ഇവൾ ചെയ്തതിനെ കുറിച്ചുള്ള ഒരു ദേഷ്യവും ഇതൊക്കെ ഉള്ളതുകൊണ്ട് വരുമോ ഇല്ലയോ എന്നുള്ള ഒരു വിഷമത്തിലായിരുന്നു ഇത്ര നാളും അവൾ ഉണ്ടായത്. അതായത് ഓരോ ആൾക്കാരുടെ പാരൻസ് വരുമ്പോഴും അവളുടെ മുഖത്ത് നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വന്നതിന് സന്തോഷത്തിൽ കരയുകയും അവരെ ഹഗ് ചെയ്യുകയും ചെയ്തു. അപ്പം പിന്നെയാണ് ട്വിസ്റ്റ് നടക്കുന്നത്. ജാസ്മിൻ ജാഫറുടെ ഉപ്പ ഒരു മാല പിടിച്ചിട്ട് പറയുന്നു, ഇനി ബിഗ് ബോസ് കഴിയുന്നത് വരെ നിന്റെ കഴുത്തിൽ ഈ മാലയാണ് ഉണ്ടായിരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ മാല ഇടാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ അവൾ അത്താന്ന് വിളിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് പ്രോമോയിൽ കാണിക്കുന്നത് മെയിനായിട്ട്. അപ്പം എൻ്റെ പൊന്നു മോളെ നല്ല മനസ്സോടെ ഊരെന്ന് പറഞ്ഞിട്ട് അത് ഊരാൻ പറയുന്നു. ആ മാല ഇട്ട് കൊടുക്കുന്നു. പിന്നീട് നെക്സ്റ്റിൽ വന്നിരിക്കുമ്പോൾ അവിടെ ഗബ്രിയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും അത്തങ്ങ് എടുക്കുവാണ് മോളെ എന്ന് പറഞ്ഞിട്ട് അതും എടുക്കുന്നു. അപ്പോഴും അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്നത്തെ പ്രോമോയിൽ മെയിനായിട്ട് കാണിക്കുന്നത്. എന്തായാലും ജാസ്മിൻ്റെ ഉപ്പ ചെയ്തത് വളരെ ശരിയാണ്. കാരണം ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് മോളെ പേരിൽ അവരെന്തൊക്കെ കേട്ടു. എന്നിട്ടും അവിടെ പോയിട്ട് ബഹളം ഉണ്ടാക്കാതെയും അവളെ വഴക്ക് പറയാതെയും നല്ല രീതിയിൽ നൈസായിട്ടാണ് അവർ ചെയ്തത്. നാലോര് വാങ്ങിക്കുന്നു. ഗബ്രി അവളുടെ മനസ്സിൽ നിന്ന് തന്നെ പറിച്ചു മാറ്റുന്നു. പക്ഷെ എനിക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല, അവൾക്ക് നല്ല ട്രൂ ലവ് ആണോ അല്ല ഇത് ഫേക്കാണോ, അല്ല അവൾക്ക് മാത്രമേ അവനോട് ആ ഒരു പ്രണയമാണ് എന്താണെന്നറിയില്ല ശരിക്കും. അപ്പോൾ അവൾ ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടുകാർ ചെയ്തോട്ട് നല്ല കാര്യമാണിത്. വഴക്ക് പറയുക, അവളെ മാനസികമായി തളർത്തുകയോ നീ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞിട്ട് അവളെ ബുദ്ധിമുട്ടിക്ക് ഒന്നും അവർ ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നത്തെ പ്രോമോയിൽ മെയിനായിട്ട് ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജാസ്മിൻ ഇനിയെങ്കിലും അവനെ പാടെ മറന്നിട്ട് സ്വന്തം ജീവിതം നോക്കി സ്വന്തം ഗെയിം നോക്കിയിട്ട് കളിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.